Good morning, dear all. അപ്പം അങ്ങനെ വീണ്ടും ഒരാഴ്ച കടന്നു പോയിരിക്കുന്നു ആൻഡ് വി ആർ ഗോയിങ് അഹെഡ് ഇൻ ലൈഫ് വിത്ത് അവർ സ്റ്റഡീസ് വിത്ത് തിങ്സ് അഹെഡ് ഓഫ് അസ്. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മൾ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഹെൽത്ത് സ്പെസിഫിക്കലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് എങ്ങനെ നമ്മളുടെ ബോഡിയിലെ പല സിസ്റ്റത്തിനെ സ്ട്രെസ് ഫേസ് ചെയ്യാൻ എങ്ങനെ സഹായിക്കുന്നു, എൻ്റെ ഇമ്പാക്ട്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ആ ചാപ്റ്റർ കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ തേർഡ് ചാപ്റ്റർ. ചാപ്റ്റർ വൈസാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് വെച്ചിട്ട് ചാപ്റ്റർ വൈസാണ് ഞാൻ പറയുന്നത്. ഫോർ ദോസ് ഓഫ് യു ഹു ഹാവ് ദ ടെക്സ്റ്റ്, മേ ബി യു ആർ ഫോളോയിങ് ദ ന്യൂ എഡിഷൻ. മിസ്സിൻ്റെ കയ്യിലുള്ളത് പഴയ എഡിഷൻ ടെക്സ്റ്റാണ്. കുറേ പേരൊക്കെ ടെക്സ്റ്റ് എന്നോട് ചോദിച്ചിരുന്നു. ദിസ് ഇസ് ദ ടെക്സ്റ്റ്. ഇത് പഴയ എഡിഷനാണ്. ഇത് 2 ബാച്ച് മുന്നുള്ള പിള്ളേരുടെ കയ്യിൽ ഈ ടെക്സ്റ്റ് കാണത്തുള്ളൂ. ബട്ട് ദ മെയിൻ കണ്ടൻസ് ഇസ് ഓൾ ദി സെയിം. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് അല്ല മെയിൻലി ഫോളോ ചെയ്യണത്, ഹെഡ്സ് മാത്രമാണ് ടെക്സ്റ്റിൽ നോക്കി വിടുന്നത്. ഓക്കെ, സിലബസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ സിലബസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിവേ, ആസ് പെർ ദിസ് ടെക്സ്റ്റ് ഇറ്റ് ഇസ് ദ തേർഡ് ചാപ്റ്റർ. കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്താ നോക്കിയത്? ഹെൽത്ത് എന്താണെന്ന് നോക്കിയിരുന്നു അല്ലേ? ഹെൽത്തിൻ്റെ ഡയമെൻഷൻസ് നോക്കി, ഡിറ്റർമിനൻസ് നോക്കി, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി, എക്സസൈസ് എന്താണെന്ന് നോക്കി, അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതിൻ്റെ കാറ്റഗറീസ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി വൈസ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കി. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെ ബോഡി സിസ്റ്റത്തിനെ ഇഫക്റ്റ് ചെയ്യുന്നു എന്ന കാര്യവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇപ്പോൾ ഇഫക്റ്റ് ഓൺ ദ ബോഡി സിസ്റ്റം, ഇഫക്റ്റ് ഓഫ് എക്സസൈസ് അല്ലെങ്കിൽ ഇഫക്റ്റ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഓൺ ദ ബോഡി എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം ഓരോ സിസ്റ്റത്തിലെയും ഇമ്പാക്റ്റ് എടുത്ത് പറയേണ്ടതാണ്. അതല്ലാണ്ട് ഇഫക്റ്റ് ഓൺ ദ മസ്കുലർ സിസ്റ്റം, ഇഫക്റ്റ് ഓഫ് എക്സസൈസ് ഓൺ ദ അത് മാത്രമായിട്ട് ഓരോരോ ഹെഡ്സ് മാത്രം ഇഫക്റ്റ് ഓൺ എ പെർട്ടിക്കുലർ സിസ്റ്റം എന്ന രീതിയിലും ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതും അങ്ങനെ ചോദിക്കുവാണെങ്കിലും അതാത് സെക്ഷനിലുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യാം. മൊത്തത്തിലൊരു ആയിട്ട് ഇഫക്റ്റ് ഓൺ ദ ബോഡി എന്ന രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ എല്ലാ ഹെഡ്സും വരത്തക്ക രീതിയിൽ വളരെ ബ്രീഫായിട്ട് അത് മെൻഷൻ ചെയ്തു പോകാം. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? ദ ഡിഫറെൻറ്റ് ഹെൽത്ത് ഡയമെൻഷൻസ്. അതൊരു സ്ഥിരം വരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഡയമെൻഷൻ ഓഫ് ഹെൽത്ത്, പിന്നെ ഹെൽത്ത് ഡിറ്റർമിനൻസ് എന്താണെന്നുള്ളതും. ഡിറ്റർമിനൻസ് ആണ് വരുന്നതെങ്കിൽ 3 ഡിറ്റർമിനൻസാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ കൂടെ സോഷ്യോ എക്കണോമിക് ഫാക്ടർ എന്ന് പറഞ്ഞ ഹെഡ് കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയാൽ ഇറ്റ് വുഡ് ബി എ കംപ്ലീറ്റ് എസ്സേ. നൗ വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ മെൻഷൻ ചെയ്തു അല്ലേ? അപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ആണ് ഈ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ നോക്കുന്നത്? ദാറ്റ് ഈസ് ടാർഗറ്റഡ് അറ്റ് ദ ഹെൽത്ത്, ഇംപ്രൂവിങ് ദ ഹെൽത്ത് ഓഫ് എ എൻറ്റയർ കമ്മ്യൂണിറ്റി. ഒരു വ്യക്തിയുടെ അല്ല, പക്ഷേ ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റി, ഒരു നെയ്ബർഹുഡ് മൊത്തം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഹെൽത്ത് ഓവറോൾ ഇംപ്രൂവ് ചെയ്യാനാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഇപ്പം കോവിഡൊക്കെ വന്നേക്കുന്ന സമയമാണ് അല്ലേ? അപ്പോൾ അവിടെ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അവർക്കാണ് റോളുള്ളത്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഹെൽത്ത് അവരൊരു ശ്രദ്ധിക്കുക. അത് വേറൊരാൾ വന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് എന്ന് വെച്ചാൽ അതൊരു കളക്റ്റീവ് ആക്ടിവിറ്റിയാണ്. അതിന് കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ നിന്ന് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ? ഇൻ ദിസ് കോവിഡ് സിനാരിയോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻ കണക്ഷൻ വിത്ത് ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ, വാട്ട് ഓൾ ക്യാൻ വി ഡു ഇൻ കണക്ഷൻ വിത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ? നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് ഓക്കെയാണ്, ഫിറ്റാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പാകത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ടു വെയർ ദ മാസ്ക്, ദെൻ സാനിറ്റൈസ് അല്ലേ? നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ, കോവിഡ് മെഷേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, സാനിറ്റൈസ് ചെയ്യുക, അകലം പാലിക്കുക, പിന്നെ അങ്ങനെ കോവിഡ്
വന്നേക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കോവിഡ് ഉള്ള വ്യക്തികൾ നമുക്കറിയാം, ആ വ്യക്തി അല്ലെങ്കിൽ ആ ഫാമിലിയിൽ കോവിഡ് ഉണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യുകയല്ല, ബട്ട് വെൻ വി ആർ ഇൻറ്ററാക്ടിങ് വിത്ത് ദം പ്രിക്കോഷൻസ് എടുക്കുക. ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ പ്രിക്കോഷൻസ് എടുക്കുക. നമ്മുടെ കൈയും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് എന്തെങ്കിലും കോമൺ ടവൽസോ കോമൺ എന്തെങ്കിലും യൂട്ടൻസിൽസോ ഒക്കെ ഷെയർ ചെയ്യണ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ സാനിറ്റൈസ് ചെയ്ത് ഉപയോഗിക്കുക. അങ്ങനെയുള്ള എക്സ്ട്രാ കെയർ പ്രിക്കോഷൻസ് ഹൈജീൻ മെഷേഴ്സൊക്കെ ഓപ്റ്റ് ചെയ്താൽ വി ക്യാൻ സേ സേഫ് അല്ലേ. അതിപ്പോൾ വി നീഡ് ടു ബി അവെയർ. നമ്മളിത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അത് കൺവേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് സ്വയം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആസ് എ കമ്മ്യൂണിറ്റി, ഒരു വ്യക്തി മാത്രമല്ല, ആ കൂട്ടത്തിലുള്ള എല്ലാവരും ഇത് പാലിച്ചാൽ മാത്രമേ ആ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് നമുക്ക് എൻഷുർ ചെയ്യാം. ഒരു വ്യക്തി അത് പാലിച്ചാൽ ആ വ്യക്തി ഹെൽത്തി ആയിട്ടിരുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ഇത് തെറ്റിച്ചാലോ, ആരെങ്കിലും ഈ പറഞ്ഞ മെഷേഴ്സ് തെറ്റിച്ചു, അവർ വേണ്ട വിധത്തിൽ ഇങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഒന്നും അവർ വെയർ ചെയ്തില്ല, വേറൊരു സ്ഥലത്തേക്ക് ചെന്നു, കോവിഡ് പ്രോണായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ചെന്നു, ഇൻഫെക്ഷൻ കിട്ടി, തിരിച്ച് ആ നെയ്ബർഹുഡിലേക്ക് വന്നാൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ആ വ്യക്തി പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഒന്നും എടുത്തിട്ടില്ല, ആ വ്യക്തി ഈ പറഞ്ഞ അസുഖം അവരുടെ ശരീരത്തിൽ പിടിപെട്ടു, ബാക്കിയുള്ളവരിലേക്കും ഇത് പടർത്തുന്നു അല്ലേ. ഈ ഇറ്റ് മേ ഹാപ്പൻ ടു അസ് ഓൾസോ അല്ലേ. നമുക്ക് അസുഖം വരാം. നമ്മളിപ്പം പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്കും അസുഖങ്ങൾ വന്നെന്നിരിക്കാം. പക്ഷേ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്നേരം അതിൻ്റേതായ മെഡിക്കേഷൻസ് എടുക്കുകയും അതിൻ്റേതായ എക്സ്ട്രാ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഇട്ടാൽ ആർക്കും അതുകൊണ്ടുള്ള ഗുണം? നമ്മൾ തന്നെ മെഡിസിൻ എടുക്കുന്നുണ്ട്, സോ ഇറ്റ്സ് ഫൈൻ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ബാക്കിയുള്ളവരെ ഈ അസുഖത്തിലേക്ക് വീഴാണ്ട് നമ്മൾ അവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എക്സ്പെഷ്യലി ഇപ്പോഴത്തെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ കമ്മ്യൂണിറ്റി ഹെൽത്തിനെ കുറിച്ച് അവെയർ ആവുക, അത് പ്രൊമോട്ട് ചെയ്യുക എന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ നൗ ഓൺ ടു ദ ഡെഫിനിഷൻ പാർട്ട്. എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്നത്? അതിൻ്റെ പ്രൈമറി ടാർഗറ്റ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ആ ഒരു എൻറ്റയർ പോപ്പുലേഷൻ, ഒരു കമ്മ്യൂണിറ്റിയിലെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുക, ഹെൽത്ത് സ്റ്റാറ്റസ് പ്രൊമോട്ട് ചെയ്യലാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രൊമോട്ട് ചെയ്യുന്നത് വഴി ഹെൽത്ത് ഇൻഇക്വാളിറ്റി 0 ആക്കലാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ഇൻഇക്വാളിറ്റി 0 ആക്കുക മീൻസ് വാട്ട്? ഹെൽത്ത് ഇൻഇക്വാളിറ്റി, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും അൺഈക്വൽ ആവുമോ? ഇല്ല. അപ്പോൾ ഹെൽത്ത് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാണ്ടാക്കുക എന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന സംഭവമല്ല. കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നത് ഇത് വളരെ ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആസ് സച്ച് ഞാൻ പറയാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the comprehensive, systematic, coordinated approach to affecting long-term health behavior change by influencing the community through education and community organization. It is aimed at reaching people before they are symptomatic. ഇതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ്റെ ഡെഫിനിഷൻ. ഇതിൽ മെൻഷൻ ചെയ്ത കുറച്ച് കീ ടേംസ് പറയാം. സിസ്റ്റമാറ്റിക് ആണ്, കോംപ്രിഹെൻസീവ് ആണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു ഡീറ്റെയിൽ സ്ട്രക്ചറുണ്ട്, കുറച്ച് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ആ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരു ലോങ് ടേം പ്രോസസ്സാണ്. 1-2 ദിവസമല്ല, 1-2 മാസമല്ല, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു അപ്രോച്ചാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ട് എടുക്കുന്ന അപ്രോച്ചിനെ അല്ല കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പിന്നെയോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നമ്മൾക്ക് മിക്കവർക്കും വി ഡോണ്ട് ഹാവ് എനി കോവിഡ് സിംറ്റംസ് ഒന്നും നമുക്ക്
ഇല്ല. പക്ഷേ വി ഓൾ ആർ ബിക്കമിങ് അവെയർ അല്ലേ? വി ഓൾ ആർ ടേക്കിംഗ് ദ റിക്വയർഡ് മെഷേഴ്സ്. അസിംറ്റമാറ്റിക് ആണ് നമ്മൾ അല്ലേ? സിംറ്റംസ് ഒന്നും അസുഖം കിടാണു നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടില്ല ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. സെക്കൻഡ് തിങ്, അസിംറ്റമാറ്റിക്കും ആണ്. സിംറ്റംസ് വന്നു തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ വന്നു തുടങ്ങിയതിന് ശേഷം നമ്മൾ ചികിത്സയ്ക്ക് പോകുകയല്ല ചെയ്യുന്ന. രോഗലക്ഷണങ്ങളോ രോഗങ്ങളോ ഒക്കെ നമ്മുടെ അടുത്തെത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിന് വേണ്ട നടപടികൾ ക്രമമായി സിസ്റ്റമാറ്റിക്കായി ഒരു വളരെ ഡീറ്റെയിൽഡ് വേയിൽ സയൻറ്റിഫിക് വേയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി ചെയ്യുന്നതല്ല കേട്ടോ, ഒരു കമ്മ്യൂണിറ്റിനെ മൊത്തം നമ്മൾ അതിലേക്ക് ഭാഗഭാക്കാകുന്നതിനാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓവറോൾ ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്തി ശീലങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ച് കൂടിയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് 3 ലെവൽസ് ഓഫ് ആക്ഷൻ ഉണ്ട്. ദ ഇൻഡിവിജ്വൽ ലെവൽ, ഫാമിലി ലെവൽ ആൻഡ് സൊസൈറ്റി ലെവൽ. ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ നേരിട്ട് ഓരോരോ പേഴ്സൺ ടു പേഴ്സൺ, ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, ആശാ വർക്കേഴ്സ്, ഹെൽത്ത് സെൻറ്ററിൽ നിന്നൊക്കെ ആശാ വർക്കേഴ്സൊക്കെ വന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ റിമൈൻഡേഴ്സ് തരും. ഇപ്പോൾ അടുത്ത് നിങ്ങളുടെ വീടുകളിലൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഈ കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട് ഉള്ള ഗുളികയൊക്കെ ആയിട്ട് എന്താ പ്രിക്കോഷണറി മെഡിസിൻ, ഹോമിയോ മരുന്നുകളൊക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ അവർ നടത്തുന്നത് പേഴ്സൺ ടു പേഴ്സൺ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ വീടുകളിലല്ലേ വന്നത്, നമ്മളെ ഓരോരുത്തരും മീറ്റ് ചെയ്തില്ലല്ലോ, വീട്ടിൽ മൊത്തമായിട്ടൊന്ന് പറഞ്ഞിട്ട് പോവുകയല്ലേ ചെയ്തേ. അപ്പോൾ വി ക്യാൻ സേ ഇറ്റ് ഇസ് ടാർഗറ്റഡ് അറ്റ് ദ ഫാമിലി ലെവൽ എന്ന് പറയാം. ഇവർ ഈ കോവിഡിൻ്റെ സമയത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ നേരത്തെയൊക്കെ മഴയുള്ള സമയത്ത് ഡെങ്കിപ്പനി വരാണ്ട്, എലിപ്പനി വരാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അന്നേരം നമുക്ക് ഈ പറഞ്ഞ ഹോമിയോ മരുന്നുകൾ കിട്ടുമായിരുന്നു. അപ്പോൾ അത് സ്ഥിരമായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. പ്രിക്കോഷണറി മരുന്നുകൾ തരിക, അതുപോലെ കിണറിലെ വെള്ളമൊക്കെ ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ക്ലോറിനൊക്കെ കൊണ്ടുവന്ന് വരും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഫാമിലി ലെവലാണ് അത് ടാർഗറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഫാമിലീനെ ടാർഗറ്റ്, ഒരു ഫാമിലിയിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഫാമിലീനെ ടാർഗറ്റ് ചെയ്തുള്ള പണികളാണ് അവിടെ ചെയ്യുന്നത്. ഫൈൻ. ഇൻഡിവിജ്വൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡിവിജ്വൽ ലെവൽ എന്ന് വെച്ചാൽ വ്യക്തിപരമായ ഒരു ഫാമിലിയിലെത്തിയ ഓരോരോ പേഴ്സൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നൊരവസ്ഥ വരുമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ ലെവൽ ടാർഗറ്റിംഗ്. ഫോർ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞ പോലെ വീട്ടിലൊരു ഗർഭിണി ഉണ്ടെന്നിരിക്കട്ടെ. somebody is pregnant in your house. ഓക്കെ, യുവർ സിസ്റ്ററോ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോയോ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയി എന്ന് ഒരു വിചാരിക്കാം. ഈ പറഞ്ഞ നമ്മുടെ ആശാ വർക്കേഴ്സ് തന്നെ വന്ന് ഇടയ്ക്ക് അവർ ഓരോ കാര്യങ്ങൾ സർവേ റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. അപ്പം എത്ര പിള്ളേർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സർവേ എടുക്കുന്ന കൂട്ടത്തിലായിരിക്കും അവർക്ക് മനസ്സിലാവുന്ന ഓക്കെ ഈ ഫാമിലിയിൽ ഒരു ഗർഭിണി ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഓൺ എ റുട്ടീൻ അവർ മന്ത്ലി വൺസ് അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ അവർ വന്ന് ഈ പറഞ്ഞ ജസ്റ്റ് ടു മീറ്റ് ദിസ് പ്രഗ്നൻറ്റ് വുമൻ്റെ ഇഞ്ചക്ഷൻസ്, അവരുടെ മരുന്നുകൾ, ഇതൊക്കെ അവർ ടൈംലി അതൊക്കെ ചെയ്യുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ, വാക്സിനേഷൻസ് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈവൻ കൊച്ചുണ്ടായി കഴിഞ്ഞ് കൊച്ചിൻ്റെ വാക്സിനേഷൻ ഫോളോ അപ്പ് ഒക്കെ ഇവർ ചെയ്യും. ദിസ് ഇസ് ടാർഗറ്റിംഗ് അറ്റ് ദ ഇൻഡിവിജ്വൽ ലെവൽ. ഫാമിലി ലെവലിൽ ഉള്ള അപ്രോച്ചല്ല, ഇൻഡിവിജ്വൽ ലെവലിലുള്ള അപ്രോച്ചാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കൂടാണ്ട് വേറെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആശാ വർക്കേഴ്സ് മാത്രമല്ല, അല്ലാണ്ട് ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള, അതുപോലെ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ചെയ്യുന്ന കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. അല്ലാത്ത കുറേ NGOസും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾക്കോ 2 മാത്രം ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ഇൻഡിവിജ്വൽ ലെവൽ ആക്ഷൻസ് എന്തൊക്കെ, ഇപ്പം ഞാൻ ഈ സൈറ്റ് ചെയ്ത എക്സാമ്പിൾ അല്ലാണ്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്ന പാംഫ്ലെറ്റ്, സെൽഫ് ഹെൽപ്പ് പാംഫ്ലെറ്റ് കൊടുക്കുന്ന, നമുക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിന് പാംഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ. പാംഫ്ലെറ്റ് കൊണ്ട് വ്യക്തികൾക്കും കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ, വായിക്കുന്ന ഓരോ വ്യക്തിക്ക് മനസ്സിലാവും, ആ അറിവ് ഫാമിലിയിലേക്ക് മാറും. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ലെവൽ ആക്ഷനും നമുക്ക് പറയാം, ഫാമിലി ലെവൽ
ടാർഗറ്റഡ് ആക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കൗൺസിലിംഗ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ടാർഗറ്റിംഗ് എ പേഴ്സൺ. അപ്പം ഇൻഡിവിജ്വൽ ലെവൽ അപ്രോച്ചാണ് അവിടെ നടക്കുന്നത്. പിന്നെ സപ്പോർട്ട് ഗ്രൂപ്പ്സ്, ക്ലാസ്സസ്, ഇപ്പോഴാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളെയൊക്കെ ഐ എം എ മദർ ഓഫ് എ സ്മോൾ ബേബി. സോ ഞങ്ങളെയൊക്കെ ഈ പറഞ്ഞ കുഞ്ഞുകുട്ടികളുടെ വാക്സിനേഷൻ്റെ ഒക്കെ അറിയിപ്പുകൾ തരാൻ ഞങ്ങളെ കുഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പ്സൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സൊക്കെ ഇതിൽ പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ അവർ സ്ഥിരം വീട്ടിൽ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വരാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം വാട്സപ്പ് ഗ്രൂപ്പിലൂടെയായി കമ്മ്യൂണിക്കേഷൻ. ടെക്നോളജി ഹാസ് ബീൻ ഇൻകോപ്പറേറ്റഡ് ഇൻ ടു സം ഓഫ് ദ റെലംസ്. ഇനി അപ്പം ഇൻഡിവിജ്വൽ ഏകദേശം മനസ്സിലായി, ഫാമിലി ഏകദേശം മനസ്സിലായി. ഐ ഹോപ്പ് സോ. ഇനി ഹൗ അബൌട്ട് ദ സൊസൈറ്റി ലെവൽ? എങ്ങനെയാണ് സൊസൈറ്റീനെ ടാർഗറ്റ് ചെയ്ത് ഉള്ള അപ്രോച്ചസ് അവർ നടക്കുന്നത്? ഒരു ഗ്രൂപ്പ്, ഒരു ഫാമിലിനെ അല്ല ടാർഗറ്റ് ചെയ്യുന്ന, ഒരു എൻറ്റയർ സൊസൈറ്റി, ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ടാർഗറ്റ് ചെയ്ത് എങ്ങനെ അവർക്ക് പ്രോഗ്രാംസ് നടത്താം? എന്തായിരിക്കും അവരുടെ ലെവൽ ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, സൊസൈറ്റീനെ ടാർഗറ്റ് ചെയ്ത അപ്രോച്ചിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നത് പറഞ്ഞ പോലെ ചില പ്രഭാഷണങ്ങൾ, എന്തെങ്കിലും സെമിനാർസ്, പബ്ലിക് സെമിനാർസ്, അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സെമിനാർസ്, സ്ട്രീറ്റ് പ്ലേസ്, ഇതൊക്കെ ബെനിഫിറ്റഡ് ആവുന്ന ആൾക്കാർ ഹ്യൂജ് അല്ലേ. നമ്മൾ 1-2 വ്യക്തികളെ ടാർഗറ്റ് ചെയ്തില്ല, 1-2 വീടുകളെ ടാർഗറ്റ് ചെയ്തില്ല ചെയ്യണേ, ഒരു ഹ്യൂജ് ക്രൗഡിനെ ടാർഗറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ലെവൽ നമുക്ക് പറയാവുന്നതാണ്. കൂടാണ്ട് കമ്മ്യൂണിറ്റി ലെവൽ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ് ഈ പറഞ്ഞ ഓരോ ഓൾഡ് ഏജ് സെൻറ്റേഴ്സ്, അതുപോലെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്, ഇങ്ങനെയുള്ള സെൻറ്റേഴ്സ് സ്ഥാപിക്കുക മുതലായ കാര്യങ്ങളും, മെയിൻറ്റെയിനിങ് ഓഫ് ഓർഫനേജസ്, അതുപോലെ ആക്സിഡൻറ്റ് എമർജൻസി സർവീസസ് നടത്തുന്നത്, പിന്നെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഡി അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത്, കൗൺസിലിംഗ്, അഡോളസെൻ്റ് കൗൺസിലിംഗ് മുതലായ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ എൻറ്റയർ കമ്മ്യൂണിറ്റീനെ ടാർഗറ്റ് ചെയ്തുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ദീസ് ഓർഗനൈസേഷൻസിൻ്റെ പേര് പറഞ്ഞ ഓർഫനേജസ്, അല്ലെങ്കിൽ പുവർ ഹോം, ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം എന്നൊക്കെ പറഞ്ഞല്ലോ, അത് എല്ലാം ആ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം ഒരു സൊസൈറ്റീനെ ടാർഗറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് 3 ലെവൽസ് ഓഫ് ആക്ഷൻ: ഇൻഡിവിജ്വൽ, ഫാമിലി, സൊസൈറ്റി ലെവൽ. അപ്പം നിങ്ങൾ ഈ 3 ലെവൽ നോക്കുമ്പോഴത്തേക്കും ഏതായിരിക്കും കൂടുതൽ ഇഫക്റ്റീവ്, ഏത് ലെവലിൽ ആക്ട് ചെയ്താലായിരിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാൻ സാധ്യത? വാട്ട് യു സേ? ഡെഫിനറ്റ്ലി പേഴ്സൺ ടു പേഴ്സൺ അല്ലേ, ഇൻഡിവിജ്വൽ ലെവലിൽ ആക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഈ പറഞ്ഞ ഏത് ലെവലിൽ ആക്ട് ചെയ്താലും അല്ലേ, ഫോളോ അപ്പ് ഒക്കെ ഇടയ്ക്കൊക്കെ നടത്തണം അല്ലേ. ഇൻഡിവിജ്വൽ ലെവലിൽ ആക്ട് ചെയ്താൽ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ പിന്നെ എങ്ങനെ അവർക്ക് മെച്ചമുണ്ടാവുണ്ടോ കാര്യങ്ങളൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് ഫോളോ അപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. സൊസൈറ്റി ലെവലിലെ ആക്ഷൻസ് ഞാൻ പറഞ്ഞു, അത് ഇറ്റ്സ് എയിംഡ് അറ്റ് ജനറൽ പബ്ലിക്. ആരൊക്കെ എത്രയൊക്കെ ബെനിഫിറ്റഡ് ആയെന്ന് നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഓർഫനേജസിനെ കുറിച്ചൊക്കെ നമുക്കൊരു ആരാ വന്നെ പോകുന്നതെന്നൊക്കെ ഒരു കണക്ക് കാണുമായിരിക്കും. മറ്റത് അവിടെ ഒരു ഹ്യൂജ് നമ്പർ, എത്ര പേര് വന്നു, ആ വന്നവരെയൊക്കെ പിന്നെ നമ്മൾ വിളിച്ചു ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതത്ര പ്രായോഗികമായ കാര്യമല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ലെവൽ ഓഫ് ആക്ഷൻ, ഞാൻ പേഴ്സണലി കുറച്ച് പേരെ പോയി മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്ത ആൾക്കാരെ ഞാൻ പിന്നെ ഫോളോ അപ്പ് ചെയ്യും അല്ലേ. അപ്പം എനിക്ക് യൂഷ്വലി എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ്, ഞാൻ ഏത് ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറാണോ, എനിക്ക് ആ ക്ലാസ്സിലെ പിള്ളേരെ കുറിച്ച് ഏകദേശം നല്ലൊരു ധാരണ കാണും അല്ലേ. ഐ ഡു മീറ്റ് ദെം അപ്പ്, ഐ ഡു കോൾ ദെം അപ്പ്, റൈറ്റ്? They talk to me, I talk to them, and
വി ആർ ഇൻ എ ഗുഡ് റാപ്പോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഇപ്പം പഠനത്തെക്കുറിച്ചാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇഫക്റ്റീവ്ലി അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഡൗട്ട്സ് ഉള്ളത് ഇങ്ങോട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ലെറ്റ് മീ അത് ഇൻഡിവിജ്വൽ ലെവൽ ഓഫ് ആക്ഷനുമായിട്ട് അതിനെ ഒന്ന് താരതമ്യം ചെയ്യാം. ഒരു ക്ലാസ് ടീച്ചറും ആ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റുമായിട്ടുള്ള ബന്ധം എന്ന്. ഇനി അത് യൂഷ്വലി നമ്മുടെ റെഗുലർ ക്ലാസ് ആണെങ്കിലാണ് ഞാൻ പറഞ്ഞ കേട്ടോ. ഇനി ഒരു ഫാമിലി ലെവൽ ഓഫ് അപ്രോച്ച് എന്ന രീതിയിൽ ഇപ്പോഴത്തെ നമ്മുടെ ക്ലാസ്സുകളെ വേണമെങ്കിൽ നമ്മൾക്ക് താരതമ്യം ചെയ്യാം അല്ലേ. ഇറ്റ്സ് വെർച്വൽ അല്ലേ, എവറിത്തിങ് ഇസ് വെർച്വൽ, വി ആർ നോട്ട് സീയിങ്. സോ അവിടെ ഒരു ഇൻഡിവിജ്വൽ എത്ര വിളിച്ച് സംസാരിച്ചാലും ശരിക്കും ഒരു പേഴ്സൺ ടു പേഴ്സൺ ഒരു ഇൻട്രാക്ഷൻ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഐ റിയലി ഡൗട്ട്. മേ ബി ഒരു ഫാമിലി, ഒരു ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത്, ചെറിയൊരു ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തൊരു ഗുണം കിട്ടുമായിരിക്കാം ഇപ്പോഴത്തെ വെർച്വൽ ക്ലാസ്സസിലെ ക്ലാസ് ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ബന്ധം. പണ്ട് സാധാരണ റെഗുലർ ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധം, ഇറ്റ് ഈസ് മോർ കമ്പാരബിൾ ടു ആൻ ഇൻഡിവിജ്വൽ ലെവൽ ഓഫ് ആക്ഷൻ. Nowadays, in the virtual classes, the teacher-student relationship can be compared to the family level of action and society level of action. Yeah, I am a teacher in Marthoma College, and how well do you know me? I am delivering some lectures out over here. അത് എത്ര പേർക്ക് ബെനിഫിറ്റഡ് ആവുന്നുണ്ട്? I really don't have any idea about that. അല്ലേ, ഇപ്പം ഞാൻ ഈ ലെക്ചേഴ്സൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. അത് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നുണ്ട്. എത്ര പേര് അത് വ്യൂ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നുണ്ട്. പക്ഷേ who else is seeing that? I'm not bothered about that. First thing, I'm not bothered about that. ചിലപ്പോൾ കാണുന്നുണ്ടാവും, ചിലപ്പോൾ കാണുന്നില്ലായിരിക്കാം. കാണുന്നുണ്ടെങ്കിൽ ആരാ കണ്ടേ? അതിൻ്റെ ഒന്നും നമുക്ക് അതിന് ഡേറ്റയും ഇല്ല. ഡേറ്റ ഉണ്ടെങ്കിൽ തന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യാൻ വഴിയുമില്ല. ദാറ്റ് ഈസ് കമ്പയറബിൾ ടു വാട്ട് സൊസൈറ്റി ലെവൽ ഓഫ് ആക്ഷൻ. അപ്പോൾ ഇത് ഓരോന്നിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, 3 ലെവൽ ഓഫ് ആക്ഷനാണ് എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ പ്രോഗ്രാംസിനും ഉള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഇൻഡിവിജ്വൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാവും? നമ്മളിപ്പോൾ ഒരു റെസിഡൻസ് അസോസിയേഷൻ തന്നെ നോക്കിയാൽ എന്തോരം വീടുകൾ അവിടെ ഉള്ളത് അല്ലേ? ഒരു റെസിഡൻസ് അസോസിയേഷൻ സാധാരണ ഇതിലൊരു 10-30 വീടുകളെങ്കിലും ഇല്ലാത്ത റെസിഡൻസ് അസോസിയേഷൻ കാണുമോ? സംശയം. 30 എന്ന് നമുക്കൊരു കണക്ക് പിടിക്കാം. ഓരോ വീട്ടിലും 4 പേരെങ്കിലും കാണാണ്ടിരിക്കുമോ? അപ്പോൾ എത്ര പേരായി? 30 into 4 അല്ലേ? 30 into 4 എത്രയാണ്? 120, റൈറ്റ്? ഐ ഹോപ്പ് ഐ എം നോട്ട് റോങ്. 30 into 4, 3 4s are 12. 120 വ്യക്തികളായി. വെറും 30 വീടെന്ന് പറഞ്ഞാൽ തന്നെ 120 ആൾക്കാരായി. അതിന് ഒരു പേഴ്സൺ ഗോയിങ് അറൗണ്ട് ഡിസ്കസിങ് പേഴ്സണൽ തിങ്സ് വിത്ത് 120 ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യണത് തന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഒരു വലിയ ക്രൗഡ്. ഒരു റെസിഡൻസ് അസോസിയേഷൻ ഒന്നും അല്ല ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഹെൽത്ത് സെൻറ്റർ കണ്ടിട്ടില്ലേ? ഹെൽത്ത് സെൻറ്റർ, ഒരു ഹെൽത്ത് സെൻറ്റർ ഒരു കമ്മ്യൂണിറ്റിക്ക് ഉള്ളതാണ് ഒരു ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ അത് എത്ര ജിയോഗ്രാഫിക് ഏരിയ ആണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ആ സമീപത്ത് എന്തോരം ഹെൽത്ത് സെൻറ്ററുകളുണ്ട്? ആ ഒരു പ്രദേശത്തേക്ക് മൊത്തം ഉള്ളതാണ് ആ ഹെൽത്ത് സെൻറ്റർ. ആ ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റിക്കുള്ളതാണ് ആ ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ അവിടുത്തെ കുറച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സ് വിചാരിച്ചാൽ ഈ ഇത്ര ആൾക്കാരെ ഇൻഡിവിജ്വലി ടാർഗറ്റ് ചെയ്ത് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണ്ട ഏതെങ്കിലും കേസുകളുണ്ടെങ്കിൽ ദേ വിൽ അഡ്രസ് ദ ഇഷ്യൂ എന്ന് മാത്രം. ഇറ്റ്സ് ഡിഫിക്കൾട്ട് എല്ലാവർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ മെയിൻലി ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഇസ് ടാർഗറ്റഡ് മെയിൻലി അറ്റ് ദ സൊസൈറ്റി ലെവൽ. പക്ഷേ അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഈ
ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഹെൽത്ത് കെയറിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം വിചാരിച്ച ഒരു കാരണവശാലും നടക്കത്തില്ല. പബ്ലിക്കിൻ്റെ വളരെയധികം പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ ഇത് സ്മൂത്തായിട്ട് നടക്കത്തുള്ളൂ. ഗവൺമെൻറ് ഉണ്ട്, എന്താ ഏത് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലാണെങ്കിലും ഹെൽത്ത് കെയർ വർക്കേഴ്സിനോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ അൺഅവോയ്ഡബിളായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പബ്ലിക്കും ഈക്വലി അതിൽ നിന്നാൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഹെൽത്ത് പ്രൊമോഷൻ നടക്കത്തുള്ളൂ. ആസ് ഇൻ ദ കേസ് ഓഫ് കോവിഡ് അല്ലേ, ഡോക്ടേഴ്സ്, നഴ്സസ്, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും, NGOs, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ എല്ലാം അവരെ കൊണ്ട് പറ്റുന്ന പരമാവധി അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ പങ്ക് പൂർണ്ണമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ ടാക്കിൾ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ അല്ലേ. ഇപ്പോൾ എത്രയധികമാണ് കേസസ് വളരെയധികം കൂടുന്നുണ്ട് അല്ലേ. അത് കുറേയൊക്കെ ഐ തിങ്ക് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളങ്ങ് ടോളറൻസ് ലെവൽ നമ്മുടെ മലയാളികൾക്ക്, കേരളൈറ്റ്സിന് ഇച്ചിരി കൂടുതലാണ്. എന്ത് കാര്യവും സഹിക്കാനുള്ളൊരു കഴിവ്. സംടൈംസ് ഇറ്റ്സ് ബാഡ് ഓൾസോ അല്ലേ. എത്ര സഹിക്കാനും റെഡിയാണ് നമ്മൾ. അപ്പം നമുക്ക് ആ ഒരു ടോളറൻസ് ലെവലിലേക്ക് ഈ പറഞ്ഞ കോവിഡും കയറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കേസസ് വരാൻ സാധ്യത. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് റെസിസ്റ്റൻസ് എന്ന രീതിയിലല്ലാട്ടോ ടോളറൻസ് ഞാൻ പറയണേ. അതായത് വാട്ട് ഐ ഇൻറ്റെൻഡ് ടു സേ ഇസ്, ഇത്രയും കാലം അല്ലേ, ഇത്ര മാസം ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ വി ആർ ലൈക്ക് വെരി കെയർഫുൾ. എല്ലാവരും ഒന്ന് പുറത്തേക്ക് കഴിവതും ഇറങ്ങില്ല. എങ്ങനെ ഇറങ്ങുവാണെങ്കിൽ തന്നെ ഭയങ്കര മാസ്കൊക്കെ വെച്ച് നല്ല അകലമൊക്കെ പാലിച്ച് അധികമൊന്നും പുറത്തിറങ്ങാണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പക്ഷേ ഇത് കേട്ട് എന്നോട് നമ്മളങ്ങ് തഴമ്പിച്ചു എന്ന് തോന്നുന്നു. വി ആർ നോട്ട് ദാറ്റ് വെരി മച്ച് ബോദർ. വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഐ മീൻ വാട്ട് ഐ സി, ഞാൻ കാണുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അൺഅവോയ്ഡബിളായിട്ട് നമുക്ക് പുറത്തിറങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കോളേജിലൊക്കെ വി നീഡ് ടു ഗോ. പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പോയേ പറ്റത്തുള്ളൂ, റൈറ്റ്. അപ്പോൾ പോകുമ്പോഴത്തേക്കും ആൾക്കാർ മാസ്കും ഇല്ല ഒന്നും ഇല്ലാണ്ടൊക്കെ പുറകത്തൂടെ കറങ്ങി നടക്കുന്നുണ്ട്. എങ്ങാനും മാസ്ക് വെക്കുവാണെങ്കിൽ തന്നെ ഇറ്റ്സ് ജസ്റ്റ് ടു ഷോ ദ പോലീസ്. ഇവിടെ താഴെ മാസ്ക് ഇട്ടുകൊണ്ടാണ്. വാട്ട് ഇസ് ദ ബെനിഫിറ്റ്? ഇവിടെ താഴെ മാസ്ക് ഇട്ടാൽ ഡു യു നോ ദാറ്റ് ഇറ്റ് യു ഓൾ മസ്റ്റ് ബി നോയിങ് ദാറ്റ്. നിങ്ങളെല്ലാം ന്യൂസ് കേൾക്കുന്നവരാണ്, എല്ലാം സോഷ്യൽ മീഡിയയും അല്ലാണ്ടുള്ള എഡ്യൂക്കേഷണൽ വേസും എല്ലാം നിങ്ങൾ കാണുന്നതാണ്. ഇവിടെ മാസ്ക് ഇട്ടാൽ എന്താ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് നിങ്ങൾക്ക് ഒന്ന് റാഷണലി ചിന്തിക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. ഇപ്പം മൂക്കിൽ വെച്ചിരുന്ന സാധനം നിങ്ങൾ മാസ്ക് പുൾ ഔട്ട് ചെയ്ത് താഴെ വെക്കുമ്പോഴത്തേക്ക് എക്സ്പോസ്ഡ് ഏരിയ ഇവിടെയൊക്കെ എന്തെങ്കിലും ജേംസ് ഇരിപ്പുണ്ടെങ്കിൽ ആ ജേംസ് എല്ലാം ഈ മാസ്കിലെത്തുന്നു. വീണ്ടും വെൻ യു കവർ ഇറ്റ്, ഈ പറഞ്ഞ ജേംസ് എല്ലാം നേരിട്ട് നിങ്ങളുടെ മൂക്ക് വഴി കയറിക്കോളും, മൂക്കും വായും വഴി കയറിക്കോളും. സുഗുണത്തെക്കാളേറെ അങ്ങനെയുള്ള പ്രവൃത്തികൾ ദോഷമാണ് ചെയ്യുന്നത്. പിന്നെ കല്യാണങ്ങൾ, അങ്ങനെയുള്ള ഗ്യാതറിങ്സ്, എന്തെങ്കിലുമൊക്കെ മീറ്റിങ്സ്, ഗ്യാതറിങ്സ്, ഇതിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് ഇപ്പോൾ ധാരാളമായിട്ട്. വൺ തിങ് ദാറ്റ് ഐ നോട്ടീസ് അബൌട്ട് ദാറ്റ്, ധാരാളമായിട്ട് ഈയിടെയായിട്ട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് കല്യാണങ്ങൾക്ക് പണ്ടത്തെ രീതിയിലൊന്നും കല്യാണം വിളിക്കുന്നില്ല, സത്യമാണ്, കൺട്രോൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. ബട്ട് സ്റ്റിൽ കല്യാണങ്ങൾക്ക് പോകുന്ന വ്യക്തികളാണെങ്കിലും അതിൻ്റേതായ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് യൂസ് ചെയ്യണ്ടേ? യൂസ് ചെയ്യുന്നവരാണെങ്കിലും യൂസ് ചെയ്യേണ്ട രീതിയിൽ, ഈ പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യണ്ടേ? അകലം പാലിക്കണ്ടേ? അതൊക്കെ കുറഞ്ഞ് ശ്രദ്ധ കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരുന്നതിൻ്റെ പരിണിത ഫലമാണ് ഓരോ ദിവസവും ന്യൂസ് റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത്. കമ്മ്യൂണിറ്റി ലെവൽ ആക്ഷൻസ്, കമ്മ്യൂണിറ്റി ലെവൽ ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ് can be made successful only with the complete participation of the public. അല്ലാണ്ട് കമ്മ്യൂണിറ്റി ലെവൽ ആക്ഷൻസിന് it makes no sense. Okay, today's situations is an example to that. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊമോഷൻ എന്ന് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ആഫ്റ്റർ ദിസ്. ഗൂഗിൾ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഇതിൻ്റെ യൂട്യൂബ് ഈ ചാനലിൻ്റെ ഇതിലോ
കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന ക്ലിയർ ചെയ്യാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ക്ലിയർ ഇറ്റ് ഫോർ യു. ഓക്കെ, താങ്ക് യു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ടോൾഡ്, വാട്ട് ഐ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി നോക്കാനുള്ള അഡിക്ഷൻസിനെ കുറിച്ചാണ്, പർട്ടിക്കുലർലി ആൽക്കഹോളിക് അഡിക്ഷൻ ആൻഡ് ഡ്രഗ് അഡിക്ഷൻ. അപ്പോൾ അത് തുടങ്ങിയാൽ അത് ഒരു ക്ലാസ് കൊണ്ട് അത് ഈ ക്ലാസ്സിൽ അത് സ്റ്റാർട്ട് ഓഫ് ചെയ്താൽ തീരത്തില്ല. സോ ഐ വോണ്ട് ബി സ്റ്റാർട്ടിങ് ഓഫ് ടുഡേ. ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് ടുമോറോ. ഹാവ് എ നൈസ് ഡേ.